പരുന്തിൻ്റെ മുഖമുള്ള പാറയുള്ള പരുന്തുംപാറ ഇടുക്കിയിലെ കുട്ടിക്കാനത്തിനും തേക്കടിക്കുമൊക്കെ അടുത്തുള്ളൊരു കിട്ടിലൻ വ്യൂ പോയിന്റാണ് നമ്മുടെ പരുന്തുംപാറ. എപ്പോൾ വന്നാലും ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിച്ചു വിടുന്ന ഒരു മാജിക്കൽ പ്ലേസ്. അങ്ങനെയുള്ള പരുന്തുംപാറയിൽ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞുകൂടെ പൂത്താലോ എന്തായിരിക്കും അവസ്ഥ? പരുന്തുംപാറയുടെ മലനിരകളിലൂടെ ബൈക്കൊക്കെ ഓടിച്ച് കാണാമറയത്ത് പോയി നീലക്കുറിഞ്ഞി ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന 2 യുവാക്കളുടെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഞാൻ ഷബീൻ ശംസുദ്ദീൻ. പരുന്തുംപാറയുടെ നീലക്കുറിഞ്ഞി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുണ്ടക്കയത്ത് നമ്മുടെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുറിഞ്ഞപുഴ എത്തിയേക്കുവാണ്. മുറിഞ്ഞപുഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫേമസ് വൺ ആൻഡ് ഓൺലി നിന്നുമുള്ളിപ്പാറയിലേക്കാണ് നമ്മളിപ്പോൾ ഹെഡ് ചെയ്യുന്നത്. നിന്നുമുള്ളിപ്പാറ എന്ന് പറയുമ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട, വളഞ്ഞാങ്ങാനം വാട്ടർഫോൾസ്. നമ്മൾ മുണ്ടക്കയംകാർ ഇവിടെയുള്ളവരൊക്കെ ഇതിനെ നിന്നുമുള്ളിപ്പാറ എന്ന് പണ്ടോട്ട് വിളിക്കുന്നുണ്ട്. ഇതാണിത് വൺ ആൻഡ് ഓൺലി വളഞ്ഞാങ്ങാനം വാട്ടർഫോൾസ് നിന്നുമുള്ളിപ്പാറ. വെള്ളമൊന്നുമില്ല, മഴയൊക്കെ തീർന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ പരുന്തുംപാറയിലെ നീലക്കുറിഞ്ഞി യാത്രയിൽ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, അക്ഷയ്. നമ്മുടെ ഹിമാലയൻ എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് അക്ഷയ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഷോറൂമിൽ നിന്ന് പുള്ളിയുടെ ഹിമാലയൻ എടുത്തത്. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടാണ്. കോടമഞ്ഞും മഴമേഘങ്ങളും ഒക്കെയുള്ള ആ ഒരു കൊച്ചുവെളുപ്പാങ്കാലത്ത് കുട്ടിക്കാനവും പീരുവേടും കല്ലാർ കവലയൊക്കെ താണ്ടി നീലക്കുറിഞ്ഞി കാണാനുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ പരുന്തുംപാറയിലേക്ക് കയറുകയാണ്. പരുന്തുംപാറ വരുന്ന വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് കൂടുതൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പരുന്തുംപാറ എത്തി. ആളും അനക്കമൊന്നും ഇല്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കോടമഞ്ഞ് കയറി ഇറങ്ങിയൊക്കെ വരുന്നുണ്ടെങ്കിലും അങ്ങ് ദൂരെ മലനിരകളൊക്കെ നല്ല വിശാലമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. രാവിലെ ആയതുകൊണ്ട് അധികം ആളും അനക്കമൊന്നും ഇല്ലായിരുന്നു, നല്ല ഫ്രഷ് വൈബായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് പരുന്തുംപാറയുടെ വൈബൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ നീലക്കുറിഞ്ഞി സ്പോട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മുടെ ഹിമാലയൻ എടുത്ത പിന്നെയുള്ള ഫസ്റ്റ് റൈഡ് ആയതുകൊണ്ട് കുറച്ച് ആസ്വദിച്ചാലും കൂടെ വണ്ടിയൊക്കെ ഓടിച്ചു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ രാവിലെ തന്നെ വരണം. ആളും അനക്കൊന്നും കാണത്തില്ല, അതിൻ്റെ ഒരു ഫുൾ ത്രോട്ടിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പരുന്തുംപാറ എത്തുന്നതിന് മുന്നിലുള്ള ഏതോ ഒരു മലയിലാണ് നീലക്കുറിഞ്ഞി ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലെ കണ്ട ഒരു ഇടവഴിയൊക്കെ കയറി കുറച്ച് ഓഫ് റോഡൊക്കെ കയറി മുകളിലോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അതിലെ കണ്ട ഒരു വഴിയിലൂടെ മുകളിലോട്ട് കയറി വണ്ടിയും വെള്ളമൊക്കെ പോകുന്ന വഴിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ വഴി യാത്ര തിരിച്ചത്. ആ മലയുടെ മുകളിൽ കയറിയപ്പോഴാണ് പരുന്തുംപാറയ്ക്ക് ഇങ്ങനെ ഒരു മുഖം കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതുവരെ കാണാത്ത ഒരു ഷേല് അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങളുടെ മുന്നിലൂടെ വഴികൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ടായിരുന്നു. കുറേ ദൂരെ 1, 2, 3 മലകൾ അങ്ങ് കാണാൻ പറ്റുമായിരുന്നു. 2 കൽപ്പിച്ച് ആ വഴിയിലൂടെ അങ്ങ് പോയി. ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് 1-2 മല കയറി കഴിഞ്ഞാൽ പരുന്തുംപാറയുടെ താഴ്ഭാഗം എത്തും. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നീലക്കുറിഞ്ഞി എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. നല്ല ഹൈറ്റിലൂടെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് അങ്ങ് ദൂരെ നമുക്ക് സുപരിചിതമായ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ലാൻഡ് ചെയ്തു. അങ്ങനെ കാടും മലയൊക്കെ കയറി നമ്മൾ നീലക്കുറിഞ്ഞിയുള്ള ഒരു സ്ഥലത്തെത്തേക്കുവാണ്. പക്ഷേ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ നീലക്കുറിഞ്ഞി? കണ്ടിട്ടില്ല. ഇല്ലല്ലോ അല്ലേ? ഞാൻ ഫ്രഷ് ആയിട്ടാണ് കാണുന്നത്, ഫസ്റ്റ് ടൈമാണ്. ഈ പരുന്തുംപാറയുടെ കുറേ ഏരിയയിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ കയറ്റി ഇവിടെ വന്നപ്പം ഒരു മലയുടെ ഇടുക്കിൽ അപ്പുറേ ഉണ്ട് ഇപ്പുറേ ഉണ്ട്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. ഇതൊന്ന് അടുത്ത് പോയിട്ട് ഇതെങ്ങനെ ഇതിൻ്റെ സംഭവം എന്ന് നമ്മൾ വീഡിയോയിൽ മാത്രം കണ്ട പരിചയമുള്ളൂ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് ഫേമസ് ആയിട്ടുള്ള നീലക്കുറിഞ്ഞി. 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞി. ഒരു 8 വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ ഏതോ ഒരു ഏരിയയിൽ, പരുന്തുംപാറയുടെ ഏതോ ഒരു ഏരിയയിൽ ഈ ഐറ്റം നേരിട്ട് കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അറിയോ? നിറച്ച് തേനീച്ച, പല സൈസിൽ, ചെറുതും വലുതുമായിട്ട്, റാണിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിറച്ചുണ്ട്. ഇവരിതിൻ്റെ അകത്തുനിന്ന് എന്താണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ഒരു വാനിലാക്കം, ലാവണ്ടർക്കം, എന്തൊക്കെയോ ഒരു മണം, രസമുണ്ട്.
സോ അത്രയൊക്കെ ഉള്ളൂ പരുന്തുംപാറയുടെയും നീലക്കുറിഞ്ഞിയുടെയും കാഴ്ചകളൊക്കെ. പെട്ടെന്ന് അക്ഷയ കിട്ടിയപ്പോഴത്തേക്കിനും റൈഡൊക്കെ അടിച്ച് ഇതൊന്ന് ഇത് ഒന്ന് ആദ്യമായിട്ട് കാണാനൊക്കെ ഉള്ളൊരു ആഗ്രഹം പൂത്ത് വന്നതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ വണ്ടി ഒന്നും കയറ്റി നശിപ്പിക്കാതിരിക്കുക, റെസ്പോൺസിബിളായിട്ടൊക്കെ നോക്കുക. മൂന്നാറൊക്കെ മൊത്തം ആൾക്കാരൊക്കെ കയറി അലമ്പാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സ്ഥലമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കാതിരിക്കുക ദയവ് ചെയ്ത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അക്ഷയ് പോലേ ബൈ.